ഹലോ മാനിഫെസ്റ്റേഴ്സ്, ഇന്ന് സെൽഫ് ട്രാൻസ്ഫോർമേഷൻ ഡേ 6ലേക്ക് നിങ്ങളെല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും പ്രാക്ടീസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ രമ്യ സുജേഷ്, ഹീലിംഗ് ആൻഡ് മാനിഫെസ്റ്റേഷൻ കോച്ച്, യോഗ ആൻഡ് മെഡിറ്റേഷൻ ടീച്ചർ, റേക്കി ഹീലർ, NLP ട്രെയിനർ, മെൻറ്റർ. അപ്പോൾ ഇന്നത്തെ പ്രാക്ടീസ് എന്ന് പറയുന്നത് ഫോർഗീവ്നെസ് ആണ്. എന്താ ഫോർഗീവ്നെസ്? നമ്മുടെ ലൈഫിൽ നമ്മൾ മനഃപൂർവ്വമല്ലാതെ തന്നെ, അറിഞ്ഞുകൊണ്ടല്ലാതെ തന്നെ നമ്മൾ ഒരുപാട് ആളുകൾ വേദനിപ്പിച്ചിട്ടുണ്ടാവും ലൈഫിൽ. ഈ ആളുകളോടൊക്കെ നമുക്ക് ക്ഷമിച്ചു കൊടുക്കാനും പറ്റില്ല. കാരണം ചിലപ്പോൾ അവർ ചെയ്ത പ്രവർത്തികളേക്കാൾ അവർ പറഞ്ഞ വാക്കുകൾ അത് ചിലപ്പോൾ നമുക്കിപ്പോഴും മറക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും. അങ്ങനെയുള്ളവരോട് നമ്മൾ പുറത്തു കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഫോർഗീവ് ചെയ്ത് ക്ഷമിച്ചു കൊടുക്കുമ്പോൾ, നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ, നമ്മളുടെ എന്തെങ്കിലും തരത്തിലെ ഫിനാൻഷ്യലോ കരിയറോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ ഹെൽത്ത് വൈസോ അങ്ങനെ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ട് ഈ ഇമോഷണൽ ബാഗേജ് ക്ലെൻസ് ചെയ്യുന്നതിലൂടെ സാധിക്കുന്നതാണ്. ഏറ്റവും കൂടുതൽ നമ്മളുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ ജേർണിയിൽ പ്രാക്ടീസ് ചെയ്യേണ്ടത് ഫോർഗീവ്നെസ് ആണ്. നിങ്ങളോട് ഞാൻ പറയുന്നത് അവിടെ പോയിട്ട് അവരോട് നേരിട്ടിട്ട് സംസാരിച്ച് ക്ഷമ ചോദിക്കണം എന്നോ അല്ലെങ്കിൽ ക്ഷമ കൊടുക്കണം എന്നോ ഒന്നുമല്ല. നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ അവരൊന്ന് ക്ഷമിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതിനുള്ള പ്രോസസ്സുകൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ട് നടത്തുന്ന കോഴ്സിലൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. നിങ്ങളെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച ആ വ്യക്തിയുടെ പേരൊന്ന് ഓർത്തെടുക്കുക. എന്നിട്ട് ആ വ്യക്തിയോട് ഞാൻ പരിപൂർണമായും ക്ഷമിച്ചിരിക്കുന്നു എന്ന് ഫീൽ ചെയ്തുകൊണ്ട് തന്നെ പറയുക. അവരോട് നേരിട്ടിട്ട് പോയിട്ടൊന്നും നിങ്ങൾ ക്ഷമ കൊടുക്കാനോ ഒന്നിനും നിൽക്കണ്ട. നമ്മളത് വിട്ടുകൊടുക്കുകയാണ്, യൂണിവേഴ്സിലേക്ക് വിട്ടുകൊടുക്കുകയാണ്. ബിക്കോസ് നമ്മളുടെ ലൈഫിൽ ഇനി അതൊരു തടസ്സമായിട്ട് നിൽക്കാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഇന്ന് നിങ്ങൾ പറയേണ്ട എഫർമേഷൻ എന്താണെന്ന് പറയാം. ഞാൻ ഈ വ്യക്തിയോട്, ആ വ്യക്തിയുടെ പേരെഴുതുക, എന്നിട്ട് പരിപൂർണമായും ക്ഷമിച്ചിരിക്കുന്നു എന്ന് എഫേം ചെയ്യുക. നിങ്ങൾ മനസ്സുകൊണ്ട് പറഞ്ഞ് നിങ്ങൾ അതിനെ വിട്ടുകൊടുക്കുക, യൂണിവേഴ്സിലേക്ക് വിട്ടുകൊടുക്കുക. ഇത് മാത്രമാണ് ഇന്നത്തെ പ്രാക്ടീസ്. ഇത് സിമ്പിൾ പ്രാക്ടീസസ് ആണ്. നിങ്ങൾക്ക് ഈ ഒരു ചെറിയ പ്രാക്ടീസ് കൊണ്ട് സംഭവിക്കുന്നത്, നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ നെഗറ്റീവ് തോട്ട്സിനെയും നെഗറ്റീവ് ഇമോഷനെയും നമ്മൾ പുറത്ത് കളഞ്ഞ് നമ്മളിലേക്ക് ധാരാളം പോസിറ്റീവ് എനർജി വന്ന് നിറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ജേർണിയാണിത്. നിങ്ങൾക്ക് നമ്മൾ നടത്തി വരുന്ന ഓൺലൈൻ സെഷൻസിലൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഒരുപാട് പോസിറ്റിവിറ്റി നമ്മുടെ ലൈഫിൽ വരും തോറും നമ്മളിലുള്ള എല്ലാ നെഗറ്റീവ് ഇമോഷൻസും നെഗറ്റീവ് ബ്ലോക്കേജസും എല്ലാം മാറുന്നതാണ്. അത് ഞാൻ അനുഭവിച്ചറിയുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് നിങ്ങളോടും ഇത് സജസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഡേ 6 കംപ്ലീറ്റഡ് എന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ്. മറ്റുള്ളവരിലേക്കൊക്കെ നമ്മുടെ വീഡിയോ എത്തിക്കാൻ ശ്രമിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. യൂണിവേഴ്സൽ ബ്ലെസ്സിങ്സ്. താങ്ക് യു.